നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുകയാണ്. മറ്റ് കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നുള്ള നിർണായക വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഏറെ ഉറ്റുനോക്കിയിരുന്ന വലിയൊരു കാര്യത്തിലേക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുകയാണ്. ഏറെ ആശങ്കയ്ക്ക് നടുവിലായിരുന്നു ആ കുടുംബം. വളരെ സന്തോഷകരവും ആനന്ദകരവും കേൾക്കാൻ നാം വളരെ കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവിടുത്തെ ആഗോള ബന്ധം ഉപയോഗപ്പെടുത്തി ഇടപെടുകയും യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഉസ്താദ് നടത്തിയ പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന മാനുഷികത എന്ന് പറയുന്ന ഒരു വികാരമുള്ള എല്ലാവരും അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ഉസ്താദിന്റെ വളരെ ക്രിയാത്മകമായ ഇടപെടലിന് വളരെ ആവേശപൂർവവും ആശ്വാസപൂർവവും ഏറ്റെടുക്കുകയും ചെയ്തതാണ്. അതിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് യമനിൽ നിന്ന് ഉസ്താദിന്റെ ഓഫീസിലേക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമിന്റെ മഹത്തായ സൗന്ദര്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഒരു മനുഷ്യനെ വധിക്കുക എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തോടെ കാണുകയും ഒരു മനുഷ്യനെ അകാരണമായി മനഃപൂർവം മറ്റൊരാൾ വധിച്ചു കഴിഞ്ഞാൽ അവന് പകരം അതുപോലുള്ള മരണവേദന തന്നെയാണ് നൽകേണ്ടത്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാകും. മനുഷ്യന് സ്വസ്ഥതയോടെയും സമാധാനത്തോടുകൂടെയും ജീവിച്ചു കഴിഞ്ഞു പോകണമെങ്കിൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ തടയപ്പെടേണ്ടതുണ്ട്. എന്നാൽ ആ കുറ്റകൃത്യം തടയപ്പെടാനുള്ള ഏറ്റവും വലിയൊരു വഴി അതിനുള്ള ശിക്ഷകളാണ്. കൊലക്കുറ്റം നടത്തിയാൽ പകരം ഖിസാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ വെച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഇത് വെക്കുമ്പോൾ തന്നെ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ, അവരുടെ രക്തബന്ധുക്കൾ, അവർക്ക് ഈ വിഷയത്തിൽ വലിയ വേദനകളുണ്ടായിട്ടുണ്ട്. ആ വേദനകൾ മറ്റൊന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയില്ല എന്നതൊരു വസ്തുതയാണ്. ആ വേദനകൾ ഇസ്ലാം ഉൾക്കൊള്ളുകയും എന്നാൽ അതോടൊപ്പം തന്നെ ആ വേദനകളൊക്കെ ഉണ്ടെങ്കിലും വിശാലമായ ഒരു മനോദരം അതുണ്ടെങ്കിൽ വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇസ്ലാം ഏറ്റവും പ്രധാനമായി കാണുന്നത് വിട്ടുവീഴ്ചയാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നവന് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നതാണ് ഇസ്ലാമിന്റെ സന്ദേശം. അതേസമയത്ത് മറ്റൊരാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ട് തന്നെ തീർക്കണമെന്നത് ഇസ്ലാമിന്റെ കണിഷ്ഠതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം കൊല്ലപ്പെട്ടവന്റെ രക്തബന്ധുക്കൾക്കാണ് അവസാന വാക്കെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പവർ നൽകിയത്. ജുഡീഷ്യറി തീരുമാനമെടുത്തു, കൊലകുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ലാസ്റ്റ് വാക്കായി വരേണ്ടത് ഈ വധിക്കപ്പെട്ടവന്റെ കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗങ്ങളോട് ഇസ്ലാം പറയുന്നത് നിങ്ങൾ മാപ്പ് നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. സാഹചര്യത്തിന്റെ അടിമപ്പെട്ട് തെറ്റ് ചെയ്യുകയും ആ തെറ്റിൽ നിന്ന് ആത്മാർത്ഥമായി ഖേദിക്കുകയും ഭാവി ജീവിതത്തിൽ ഈ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് മാപ്പ് കൊടുക്കലാണ് നല്ലത് എന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ തരത്തിലുള്ള കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളോട് മാപ്പ് നൽകാനുള്ള പ്രചോദനം നൽകുന്നു. അതിന് വലിയ പ്രതിഫലവും ഇസ്ലാം നൽകുന്നുണ്ട്. മാത്രവുമല്ല, അങ്ങനെ മാപ്പ് നൽകപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടവന്റെ പാരത്രികമായ ജീവിതത്തിൽ അതൊരു വലിയ ആശ്വാസമാകുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.
ഈ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ കാന്തപുരം ഉസ്താദ് അവിടുത്തെ ബന്ധങ്ങളിലൂടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തും പണ്ഡിതനും ആഗോള പ്രശസ്ത സൂഫിയുമായ ഷെയ്ഖ് ഉമർ ബിൻ ഹഫീൽ അദ്ദേഹത്തിലൂടെ ആ കുടുംബത്തെ അറിയിച്ചു. ഇസ്ലാമിക പ്രമാണങ്ങൾ അവരെ തെര്യപ്പെടുത്തുകയാണ്. മാപ്പ് നൽകുന്നതിലുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും അതിലൂടെ മരണപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലവും അതോടൊപ്പം കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും ഒക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. അത് ഗവൺമെന്റുകൾക്കോ മറ്റോ ചെയ്യുന്നതിന് പരിമിതിയുണ്ട് എന്നത് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, നയതന്ത്ര തലത്തിലുള്ള പരിമിതി നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു കൃത്യമായ ഭരണ സംവിധാനങ്ങളില്ല എന്നത് നയതന്ത്ര ബന്ധത്തിലൂടെ ഇടപെടാനുള്ള പരിമിതിയാണ്. അത്തരം ഘട്ടത്തിലാണ് ഉസ്താദിന്റെ ആഗോളതലത്തിലുള്ള വലിയ ബന്ധങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ മുതൽക്കൂട്ടായി മാറുന്നത്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിന്റെ ഈ മഹത്തായ സന്ദേശം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരത് ഉൾക്കൊണ്ടു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയണം. ലോകമറിയുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ഉസ്താദിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ശിരസ വഹിക്കാൻ ലോകതലത്തിലുള്ള വിശ്വാസികൾ സന്നദ്ധരാണ് എന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സഹോദരിക്ക് ഒരു പുനർജന്മം ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഉസ്താദ് ഈ തരത്തിൽ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ ഉള്ള ഒരു ഓപ്ഷൻ ആ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ, അതാണല്ലോ യഥാർത്ഥത്തിൽ ഉസ്താദ് അവர்கள் ചെയ്തിട്ടുള്ളത്. ആ ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ ഉസ്താദാണ് ഇതിൽ ഇടപെട്ടത് എന്ന ഒറ്റ കാരണമുണ്ട്. ഉസ്താദ് ഇടപെട്ട് ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ഉസ്താദിന് പോകുമോ എന്ന ഭയമാണ് അവർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്രെഡിറ്റും ഡെബിറ്റും ഒന്നും ഉസ്താദ് ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ആവശ്യക്കാര് തരം പോലെ വീതിച്ചെടുത്തോളൂ. പക്ഷേ ഉസ്താദിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നത് അറിയുന്നത് കൊണ്ട് തന്നെ ഉസ്താദ് അവர்கள் അവിടെ ഇടപെടേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിനെ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഉസ്താദ് ഇടപെട്ടത്. അല്ലാതെ മറ്റാരെങ്കിലും പ്രശംസിക്കാനോ അവരുടെ കയ്യിൽ നിന്നും ക്രെഡിറ്റുകൾ വാങ്ങാനോ ഡെബിറ്റ് തിരിച്ചു കൊടുക്കാനോ ഒന്നും അവിടെ ഉദ്ദേശിക്കുന്നില്ല. ഉസ്താദിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതാർക്കും ബോധ്യപ്പെടും. ഇവിടെ ധാരാളം ആളുകൾ ഉസ്താദിന്റെ പ്രവർത്തനത്തിലൂടെ ഇടപെടലുകളിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ പലതരത്തിലുള്ള രക്ഷപ്പെടലുകളും നടത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊന്നും ഒരു ക്രെഡിറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയോ പ്രശസ്തിക്കോ വേണ്ടിയോ ഒന്നുമല്ല. പക്ഷെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അവരുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിനെയും നിരീക്ഷിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ദൃശ്യത കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ കരുതുകയാണ് തങ്ങളെ പോലെ തന്നെയാണ് കാന്തപുരം ഉസ്താദും ചിന്തിക്കുന്നത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ അത് അവരുടെ വിവരക്കേടാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ലോകം അറിയുന്ന കാന്തപുരം ഉസ്താദിന് ഇനി പുതിയ ഒരു ദൃശ്യത ഉണ്ടാക്കിയെടുക്കേണ്ടതില്ല, പുതിയ ഒരു പ്രശസ്തി ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതില്ല എന്നത് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ പറഞ്ഞു വന്നത്, ഈ തരത്തിലുള്ള ഇടപെടലുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് തുടങ്ങിയപ്പോൾ തന്നെ ഉസ്താദാണ് അവിടെ ഇടപെടുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതിനെ അങ്ങേയറ്റം അപഹസിക്കുകയും നീചമായ തരത്തിൽ ഇടപെടുകയും പരമാവധി ആ കുടുംബത്തെ പ്രകോപിപ്പിച്ച് അവരെ ഈ തരത്തിൽ ചിന്തിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിപ്പിച്ച് നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീയെ വധശിക്ഷയിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിച്ച കേരളത്തിലെ ന്യൂനാൽന്യൂനപക്ഷമുണ്ട് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. അവരാരൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ വർഗീയവാദികളാണ്. വർഗീയവാദികളായ ആളുകൾ അവരെ ഒരു പെണ്ണ് മരിച്ചാലും വേണ്ടില്ല, പക്ഷേ കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടു എന്ന് വരാൻ പാടില്ല, കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലൂടെ ഒരു ജീവൻ രക്ഷപ്പെട്ടു എന്ന് വരാൻ പാടില്ല എന്ന നിലക്ക് വർഗീയവാദികൾ പലതരത്തിലും അതിന് വേണ്ടി പ്രയത്നിച്ചു. അതുപോലെ എക്സ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന കടുത്ത ഇസ്ലാം വിരുദ്ധത മാത്രം ഒരു അജണ്ടയായി പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്ന ആരിഫ് ഹുസൈനെ പോലുള്ള എക്സ് മുസ്ലിമീങ്ങൾ
അവര് ഇസ്ലാം വിരുദ്ധത മാത്രം ഛർദ്ദിക്കുന്നവരാണ്. അവരും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ ഈ പ്രവർത്തനത്തെ കൊച്ചാക്കാനും ഇതിനെ താഴ്ത്തിക്കെട്ടുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി മൗദൂദികൾ ഒരു റാവുത്തർ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ വഹാബികൾ, പിന്നെ കുറച്ച് രാഷ്ട്രീയക്കാർ, അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും ഹീനമായ തരത്തിൽ ഈ ഒരു ശ്രമത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവരാണ് കള്ളത്തുരീഖത്തുകാർ എന്ന് പറയുന്ന കക്ഷികൾ. കുരുവട്ടൂരിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. വിശുദ്ധമായ ഇസ്ലാമിക ആശയത്തിന്റെ എല്ലാ സൗന്ദര്യവും എങ്ങനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ കുരുവട്ടൂരികൾ. ഷിയാക്കളിൽ നിന്നോ മറ്റോ എന്തെല്ലാമോ വാങ്ങിയിട്ട് ഷിയായിസം ഇവിടെ പ്രചരിപ്പിക്കുവാനും അങ്ങനെ ഷിയായിസം എന്ന് പറയുന്ന ഒരു വികൃതമായ ആശയത്തെ ഇവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത ടീമാണ് ഈ കുരുവട്ടൂരികൾ. അതുകൊണ്ട് തന്നെ ഇവരെ ഇസ്ലാമിക സമൂഹം തിരസ്കരിച്ചതാണ്. ഇവർ യാതൊരു തരത്തിലും പരിഗണന അർഹിക്കുന്നില്ല എന്ന രൂപത്തിൽ മുസ്ലിം സമൂഹം ഒരുമിച്ച് പുറന്തള്ളിയ ടീമാണ് ഈ കുരുവട്ടൂരികൾ. സാധാരണ പറയാറുണ്ട്, ക്ലോസറ്റിലെ വെള്ളം പോലെ എന്നും ഒരുപോലെ നിൽക്കുന്ന ഒരു കക്ഷികൾ. അവർ 10-13 കൊല്ലമായി ഇസ്ലാമിനെതിരെ ഇതുപോലുള്ള വിഷങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരും അവരെ പരിഗണിക്കുന്നില്ല. മുസ്ലിം സമുദായം അവരെ പൂർണ്ണമായ അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞു എന്നതുകൊണ്ട് തന്നെ അവരിന്നും ആ ക്ലോസറ്റിലെ വെള്ളം തന്നെയാണ്. അതിലപ്പുറം അവർക്ക് വളർച്ചയില്ല. അത്രമാത്രം അവര് അവഗണിക്കപ്പെട്ടവരും അവഹേളിക്കപ്പെട്ടവരും തിരസ്കൃതരായവരുമാണ് ഈ കുരുവട്ടൂരികൾ. ആ കുരുവട്ടൂരികളാണ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ഏറ്റവും കൂടുതൽ കുട്ടും കൊരവയും ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ ദിവസവും എന്നപോലെ സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയതിനെയാണ് ഇവര് അതിനെ പരിഹസിച്ച് അതിനെ ഏറ്റവും കൂടുതൽ വഷളായ രീതിയിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം അവരെ വിലയിരുത്താൻ അതൊന്നുകൂടെ കാരണമായി. ഒരു സഹോദരന്റെ പ്രതികരണം കേട്ടു, ഈ കുരുവട്ടൂരികളിൽപ്പെട്ട ഈ മൗലവിമാരെ കണ്ടാൽ ചീമുട്ട കൊണ്ട് എറിഞ്ഞു കളയുമെന്നാണ്. യഥാർത്ഥത്തില് ചീമുട്ട കൊണ്ട് എറിയുക എന്നത് ചീമുട്ടയ്ക്ക് ഒരു അപമാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്. അത്തരത്തിലുള്ള കായികപരമായി നേരിടുന്നതിനെ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഇന്ത്യയുടെ നിയമം അത് അംഗീകരിക്കുന്നില്ല. നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള യാതൊരു പ്രവൃത്തിയെയും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ആ സഹോദരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അത് ചെയ്യാനായിരിക്കില്ല. പക്ഷെ ഈ തരത്തിൽ മനുഷ്യത്വപരമായ ഒരു നിലപാടിനെ, ഒരു നടപടിയെ ഈ തരത്തിൽ വളരെ ലജ്ജാവഹമായ രൂപത്തിൽ അവഹേളിക്കുന്നത് കാണുമ്പോൾ അതിനോടുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായ ഒരു ആവിഷ്കാരം മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഏതായാലും ഈ കക്ഷികൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നടത്തിയ ഇടപെടലിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും വളരെ വലിയ നുണകൾ എഴുതിവിടുകയും നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് ഈ കുരുവട്ടൂരികൾ. ഉസ്താദ് അവറുകൾ ഇടപെട്ടിട്ടില്ല എന്നും ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത് മറ്റൊരു തരത്തിലേക്കാണ്, അഥവാ നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലുന്നതിലേക്കാണ് കൊണ്ടുപോവുക എന്നുമൊക്കെയുള്ള അസൂയയും അന്ധമായ വിരോധവും അതിൽ നിന്നൊക്കെ ഉത്ഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഇവർ നടത്തിയിരുന്നത്. ഉമർ ഹഫീദ് ഒരിക്കലും അവിടെ ഇടപെട്ട ഒന്നും നടക്കൂല, എല്ലാം കൂടി ഇല്ലാതാവുള്ളൂ. സത്യം ഞാൻ പറഞ്ഞിട്ടേ, കാന്തപുരം ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയ പ്രതീക്ഷകൾ ഇവിടെ സംഭവിക്കുമായിരുന്നു. അത്തരക്കാരെയൊക്കെ വായടപ്പിച്ചുകൊണ്ടാണ് ഈ വിധി പുറത്തു വന്നത്. ഈ വിധി യഥാർത്ഥത്തിൽ മനുഷ്യ സ്നേഹികളെ സന്തോഷിപ്പിക്കുകയും കുരുവട്ടൂരികളെ പോലെ, അതുപോലെ ഈ വർഗീയവാദികളെ പോലെ, എക്സുകളെ പോലെ മനുഷ്യത്വം തൊട്ടെറിയണ്ടാത്ത, ധാർമ്മികത എന്ന് പറയുന്ന മൂല്യം അറിയാത്ത, സ്നേഹവും സൗഹാർദ്ദവും സഹവർത്തിത്വവും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത പ്രാകൃതരായ 6ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കാട്ടാളന്മാരായ പ്രാകൃതരുടെ മനോദരമുള്ള ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ഇത് വലിയ ദുഃഖകരമായ വാർത്തയാണെങ്കിൽ, അതേസമയത്ത് മനുഷ്യത്വമുള്ള എല്ലാവരും ഇത് ആശ്വാസത്തോടെ സ്വീകരിക്കേണ്ട വളരെ സന്തോഷകരമായ വാർത്തയാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല.